ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രധാനമന്ത്രി അയ്യൂബ് ഖാനും ഒപ്പുവെച്ച കരാർ പ്രകാരം ബിയാസ്, രവി, സത്ലജ് എന്നീ നദികളിൽ ജലത്തിന്റെ നിയന്ത്രണം ഇന്ത്യക്കും, സിന്ധു, ചെനാബ് ജലം എന്നീ നദികളിലെ ജലത്തിന്റെ നിയന്ത്രണം പാകിസ്ഥാനുമായി നിശ്ചയിച്ചിരിക്കുകയായിരുന്നു. ലോകബാങ്കുമായുള്ള വർഷങ്ങളുടെ ചർച്ചകൾക്ക് ശേഷം ഒപ്പുവെച്ച ഏറ്റവും ഈടുനിൽക്കുന്ന ജലകരാറുകളിൽ ഒന്നായ സിന്ധു നദി ജലകരാർ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ഊട്ടിയുറപ്പിക്കുന്നതിനും സംഘർഷ പരിഹാരത്തിനുമുള്ള സ്ഥിരം സംവിധാനമായിരുന്നു. കാലഹരണപ്പെടുന്ന തീയതിയോ താൽക്കാലിക വ്യവസ്ഥയോ ഉൾപ്പെടുത്താത്ത ഉടമ്പടി പരസ്പര ധാരണകളിലൂടെ മാത്രമാണ് ഇത്രയും കാലം നിലനിന്നത്. സിന്ധു നദീ ജല കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറുമ്പോൾ ഒറ്റയടിക്ക് സിന്ധു നദിയിലെ ജലത്തെ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നത് ഇന്ത്യക്ക് തടയാൻ കഴിയുമോ? പാകിസ്ഥാൻ സ്വദേശിയും ശ്രീലങ്കയുടെ മുൻ അന്താരാഷ്ട്ര ജല ഉപദേഷ്ടാവും അമേരിക്കയിലെ ടഫ്സ് യൂണിവേഴ്സിറ്റിയിലെ പരിസ്ഥിതി പഠന വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഹസാൻ ഫാറൂഖിന്റെ അഭിപ്രായം ഇങ്ങനെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജലസേചന സംവിധാനമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് പാകിസ്ഥാൻ. നദികളിൽ നിന്നുള്ള ഒഴുക്കിനെ ആശ്രയിച്ച് പതിറ്റാണ്ടുകളായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള കനാലുകളിലൂടെയുള്ള ജലസേചനത്തെ നദിയിലെ ഒഴുക്കിന്റെ താളത്തിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ പോലും തകരാറിലാക്കും. കരാർ ചട്ടക്കൂടിന് പുറത്തായ ഇന്ത്യ തീരുമാനിക്കുന്നത് പോലെ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന വെള്ളത്തിന്റെ വേഗതയും അളവും നിയന്ത്രിക്കുന്നതിനേക്കാൾ വലിയ തിരിച്ചടി ആ രാജ്യത്തിന് കിട്ടാനില്ല. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഈ നദികൾ മെയ് മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ മഞ്ഞുരുകിയ 10,000 ക്യൂബിക് മീറ്റർ വെള്ളവുമായാണ് ഒഴുകുക. സിന്ധു നദിയുടെ പോഷക നദികളിൽ ഇന്ത്യയുടെ കിഷൻഗംഗ, ബാഗ്ലിഹാർ അണക്കെട്ടുകൾ നിലകൊള്ളുന്നുണ്ടെങ്കിലും ഇവകളൊക്കെ വളരെ പരിമിതമായ അളവിൽ മാത്രം ജലം സംഭരിക്കാൻ കഴിയുന്ന റൺ ഓഫ് ദി റിവർ അണക്കെട്ടുകളാണ്. അതുകൊണ്ട് പെട്ടെന്ന് നദിയിലെ വെള്ളം തടഞ്ഞു നിർത്താനുള്ള സംവിധാനങ്ങൾ നിലവിൽ ഇന്ത്യയുടെ കയ്യിലില്ല. എങ്കിലും സംഭരണം കൂടുതൽ പ്രാധാന്യമർഹിക്കുന്ന വേനൽക്കാലത്ത് കരാറിൽ നിന്ന് പിന്മാറിയ ഇന്ത്യ എന്ത് ചെയ്താലും പാകിസ്ഥാനിലെ കൃഷിയെയും കുടിവെള്ള വിതരണത്തെയും ഇത് സാരമായി ബാധിക്കും. എന്നാൽ സിന്ധു നദിയിലെ വെള്ളത്തെ തടഞ്ഞു നിർത്താനോ വഴിതിരിച്ചുവിടാനുള്ള സംവിധാനങ്ങൾ നിർമ്മിക്കാൻ ഇന്ത്യക്ക് ഭൂമിശാസ്ത്രപരമായ വെല്ലുവിളികളായിരിക്കും ആദ്യം നേരിടേണ്ടി വരിക. അതിനു പുറമെ നിർമ്മാണത്തിനുള്ള സാമ്പത്തിക ചെലവും താങ്ങാനാവുന്നതിനും അപ്പുറമായിരിക്കും. സിന്ധു നദീജല കരാറും പടിഞ്ഞാറൻ നദികളും രണ്ട് ആണവായുധ രാജ്യങ്ങൾ പങ്കിടുന്ന ഉടമ്പടികൾ മാത്രമല്ല, ഇവ പാകിസ്ഥാന്റെ പ്രാഥമിക ജലസ്രോതസ്സുകളാണ്. രാഷ്ട്ര താല്പര്യങ്ങൾക്കനുസരിച്ച് കരാറിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ചർച്ചകളോ പരിഷ്കാരങ്ങളോ ഉണ്ടാവാം. പക്ഷേ നദികൾക്ക് പകരം മറ്റൊരു ജലസ്രോതസ് പാകിസ്ഥാനില്ല. 1965 യുദ്ധകാലത്തോ പിന്നീടുണ്ടായ തർക്കങ്ങളോ ഒന്നും തന്നെ കരാറിനെയോ ജലവിതരണത്തെയോ ഇതുവരെ ബാധിച്ചിരുന്നില്ല. രാജ്യങ്ങൾക്കിടയിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ പ്രത്യേക കമ്മീഷനുകളെ നിയമിക്കുകയോ ആർബിട്രേഷൻ കോടതിയെ സമീപിക്കുകയോ ചെയ്യലായിരുന്നു പതിവ്. രാജ്യത്തെ ജനസംഖ്യാ വർധനവിന്റെ അടിസ്ഥാനത്തിൽ കരാർ പുനഃപരിശോധിക്കണമെന്ന് ഇന്ത്യ നേരത്തെ രേഖാമൂലം ആവശ്യപ്പെട്ടിരുന്നു. ലോകത്തിലെ ഏറ്റവും ജലസമൃദ്ധമുള്ള രാജ്യങ്ങളിലൊന്നായ പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങളായ കറാച്ചി, ലാഹോർ, മുൾട്ടാൻ എന്നിവിടങ്ങളിലേക്ക് ആവശ്യമുള്ള കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്നത് കരാറിലുള്ള നദികളെയാണ്. ഇന്ത്യ നൽകിക്കൊണ്ടിരുന്ന മാനുഷിക പരിഗണനയുടെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ 60 വർഷത്തോളമായി പാകിസ്ഥാന്റെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ 25% നടന്നിരുന്നത്. സിന്ധു നദീജല കരാർ റദ്ദാക്കി ജലത്തിന്റെ നിയന്ത്രണം ഇന്ത്യ ഏറ്റെടുക്കുകയാണെങ്കിൽ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഭക്ഷ്യ ഉൽപാദനത്തെയും പാകിസ്ഥാന്റെ 1/3 വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ജലവൈദ്യുത നിലയങ്ങളെയും കുടിവെള്ള വിതരണത്തെയും ബാധിക്കും. പാകിസ്ഥാന്റെ അതിജീവന മേഖലയെ മുഴുവനായി ബാധിക്കുന്ന ഈ പ്രശ്നത്തെ അവർ എങ്ങനെ അതിജീവിക്കുമെന്ന് കണ്ടറിയണം.